കോഴിക്കോടും കനത്ത മഴ. താമരശ്ശേരി ദേശീയപാതയിൽ വെള്ളം കയറി. പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂക്ഷമാണ്. വിവരങ്ങളുമായി റിയാസ് KMR കോഴിക്കോട് നിന്നും ചേരുന്നു. റിയാസ്, മലയോര മേഖലകളിൽ വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് തുടരുന്നത്. കോഴിക്കോട് ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറി. വെള്ളക്കെട്ട് രൂക്ഷമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ. കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും ഒപ്പം നഗരമേഖലകളിലുമെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ടാണ് കനത്ത മഴയെ തുടർന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറിലേറെയായി മഴ നിർത്താതെ പെയ്യുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ മലയോര മേഖലയായ ബാലുശ്ശേരി, വൈകുണ്ഠം ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ടുണ്ട്. വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ റോഡരികിലെ വീടുകളിലേക്കും ഒപ്പം സ്ഥാപനങ്ങളിലേക്കുമെല്ലാം വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഈ ബാലുശ്ശേരി, വൈകുണ്ഠം ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ പാവങ്ങാട്, ഉള്ളിയേരി സംസ്ഥാന പാതയിൽ കൂമുള്ളിയിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളെല്ലാം തന്നെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. ഒരു കടുത്ത ഗതാഗത തടസ്സം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്. കൂടാതെ താമരശ്ശേരി ദേശീയപാതയിൽ വെള്ളം കയറിയിട്ടുണ്ട്. കാരാടി, ചുങ്കം, മണ്ണിൽക്കടവ് എന്നിവിടങ്ങളിലും ദേശീയപാതയിൽ വെള്ളം കയറിയ സ്ഥിതിയാണ്. കോഴിക്കോട് നഗരത്തിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോർണേഷൻ തിയേറ്റർ പരിസരം, ഒപ്പം തന്നെ KSRTCക്ക് മുൻപിലുള്ള മാവൂർ റോഡ് പരിസരം, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ബാലുശ്ശേരി, വൈകുണ്ഠം ഭാഗങ്ങളിലെ വെള്ളം കയറിയ ഒരു സാഹചര്യം തന്നെയാണ്. അവിടെയാണ് കുറച്ചുകൂടി ഇതിന്റെ ഒരു ഈ മഴ പെയ്തതിന്റെ ഒരു ശക്തമായ ഒരു മഴ പെയ്ത് ഇറങ്ങിയത്. അവിടെ വീടുകളിലും ഒപ്പം തന്നെ കടകളിലും എല്ലാം തന്നെ വെള്ളം കയറുന്നൊരു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ബേപ്പൂർ ഭാഗത്തും ഒക്കെ വെള്ളം, ഈ കനത്ത മഴ കാരണം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഫലത്തിൽ കോഴിക്കോടിന്റെ നഗരമേഖലകളിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലാണ് ഏറ്റവും ശക്തമായ രീതിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ നഗരങ്ങളിൽ പ്രധാനമായും വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും മഴയ്ക്ക് ശമനമില്ലാതെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വൃന്ദ, വ്യക്തമാണ്. കോഴിക്കോട് നഗരത്തിലും മലയോര മേഖലയിലും വലിയ രീതിയിലുള്ള മഴയെ തുടർന്ന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താമരശ്ശേരിയിൽ ദേശീയ പാതയിൽ വെള്ളം കയറി. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.